إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ജീവിതകാലം ഹൈറാകുന്ന കാലം അത്രയും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നന്മകൾ അധികരിപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും മരണം ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വാഹകരായി റബ്ബിനെ കണ്ടുമുട്ടാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിൽ സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു തആല അവരുടെ വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വിശേഷണമാണ് തവക്കുൽ എന്നുള്ളത്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ എന്നൊക്കെ ധാരാളം വിശുദ്ധ ഖുർആനിൽ കാണാം. നമുക്ക് അല്ലാഹുവിനെ റബ്ബിൽ തവക്കുലാക്കുന്നവരെ വലിയ ഇഷ്ടം. ആരാ? മുഅ്മിനുകള്. ഞാൻ ഓതി വെച്ച ആയത്ത് അല്ലാഹ് പറയാ, ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയമായും സത്യവിശ്വാസികൾ ആരാ? അല്ലദീന, അവരൊരു കൂട്ടരാ. ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിനെ കുറിച്ച് അവരോട് പറഞ്ഞാൽ, റബ്ബിന്റെ ആയത്തുകളെ കുറിച്ചും റബ്ബിനെ കുറിച്ചും റബ്ബിന്റെ മഹത്വത്തെ കുറിച്ചും റബ്ബ് തആല അവർക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു പിടപെടക്കൽ ഉണ്ടാകുമെന്നാണ്. അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു കിടിലം കൊള്ളലുണ്ടാകും. റബ്ബിനെ കുറിച്ച് ഒരു ഓർമ്മ അവരിൽ ഉണ്ടാകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാലോ സാദത്തുഹും ഈമാന, അവരുടെ ഈമാന് വർദ്ധിക്കുകയും വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ആ റബ്ബിൽ അവർ തവക്കുലാക്കുകയും ചെയ്യും. അതെ, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ അവരുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ബോധ്യമുണ്ട്, ഒരു പറയലുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്ന ഒരു അടിയുറച്ച ഈമാനിക ആവേശത്തോടു കൂടെയുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. അത് വലിയൊരു നേട്ടമാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ആ റബ്ബിനെ കുറിച്ചുള്ള ഒരു ബോധ്യം, ആ റബ്ബിന്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന കൃത്യമായ ചിന്ത. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത, അല്ലാഹുവേ, നീ തന്നതിനെ തടയാനോ നീ തടഞ്ഞതിനെ തരാനോ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല എന്ന അടിയുറച്ച വിശ്വാസം. അല്ലാഹുവിന്റെ റസൂൽ അവിടത്തെ കൊച്ചാപ്പയുടെ മകനാകുന്ന അരുമ ശിഷ്യനും കൂടിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, യാ ഉലാം, കുഞ്ഞുമോനെ, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ യഹ്ഫദുക, അള്ളാഹു തആല നിന്നെ കാത്തോളോടാ.
നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു തആല നിന്നെ കാത്തുകൊള്ളും. എവിടെയൊക്കെ അള്ളാന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നീ ജീവിതത്തെ സൂക്ഷിക്കുന്നുണ്ടോ അവിടെയൊക്കെ റബ്ബിന്റെ കാവലും സംരക്ഷണവും നിനക്ക് റബ്ബിൽ നിന്നുണ്ടാകും. എന്നിട്ട് പറയുന്ന ഒരു വല്ലാത്ത വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട് റസൂലുള്ളാഹ്. ലവിജ്തമഅത്തിൽ ഉമ്മത്തു അലാ അൻ യൻഫഉക ശൈഅൻ ലൻ യൻഫഉക ശൈഅൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്. ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് കൂടുന്നു നിനക്കൊരു ഉപകാരം ചെയ്യാൻ. അല്ലാഹു തആല നിനക്കത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ലൻ യൻഫഉക ശൈഅൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്. അല്ലാഹു തീരുമാനിക്കാതെ ഒരാൾക്കും ഒരു ഉപകാരവും നിനക്ക് ചെയ്തു തരാൻ കഴിയില്ല. ലവിജ്തമഅത്തിൽ ഉമ്മത്തു അലാ അൻ യദുറൂക ശൈഅൻ ലൻ യദുറൂക ശൈഅൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു അലൈക്. അതുപോലെ തന്നെ നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ, നിനക്കൊരു ഉപദ്രവം വരുത്താൻ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുത്താൻ, നിനക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു വിപത്ത് സംഭവിപ്പിക്കാൻ ലോകത്തുള്ള എല്ലാവരും ജിന്നും ശൈത്താനും മനുഷ്യരും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരുങ്ങിയാൽ പോലും അല്ലാഹു തആല തീരുമാനിക്കാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല കുഞ്ഞുമോനെ. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണെങ്കിൽ ആ റബ്ബിനോട് മാത്രം നീ ചോദിക്കണേ. സഹായം തേടുകയാണെങ്കിൽ ആ റബ്ബിനോട് മാത്രം നീ സഹായം തേടണേ. കാരണം ആ റബ്ബിനല്ലാണ്ട് നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിപ്പിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ ബോധ്യവും അർപ്പണബോധവും അള്ളാഹുവിന്റെ റസൂല് അവിടത്തെ എളാപ്പാന്റെ മോനെ കൊച്ചനിയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു വിശ്വവിഖ്യാതമായ ഒരു ഉപദേശമുണ്ട്. അള്ളാന്റെ ഖുർആനിന്റെ ഉപദേശമാണത്. അള്ളാഹ് പറയാണ്, നബിയെ താങ്കൾ പറയണം, പ്രഖ്യാപിക്കണം, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ ഫഅലല്ലാഹു ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ ലൻ യുസീബനാ, നബിയെ താങ്കൾ അവരോട് പറയണം, പ്രഖ്യാപിക്കണം. അവർക്ക് കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, അവർ കുറെ പ്രയാസങ്ങളിലാണ്, അവർക്ക് വലിയ നിർഭയത്വങ്ങളില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അവരോടൊക്കെ പ്രഖ്യാപിക്കേണ്ട ഇസ്ലാമിന്റെ പ്രഖ്യാപനം, ലം യുസീബന, നിങ്ങൾക്കൊരു മുസീബത്തും സംഭവിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, റബ്ബ് ഞങ്ങൾക്ക് തീരുമാനിച്ചതല്ലാതെ, ഹുവ മൗലാന, ഞങ്ങൾക്കൊരു മൗലാന മാത്രമേ ഉള്ളൂ, ഒരു മൗല മാത്രമാണുള്ളത്. അവൻ ആരാ? അള്ളയാണ്. ആ റബ്ബിൽ ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വരമേൽപ്പിക്കട്ടെ. ഈ ഒരു അടിയുറച്ച വിശ്വാസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങള്, ലോകത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അനാവശ്യമായ ഈ രീതിയിലുള്ള പേടിപ്പെടുത്തലുകളും ബേജാറുകളൊക്കെ ഉണ്ടാക്കുന്ന സമൂഹത്തോട് പരിശുദ്ധമായ ഇസ്ലാമിന് മുന്നിൽ വെക്കാനുള്ള നിർഭയത്വത്തിന്റെ വിശ്വാസം, അതാണ് തവക്കുലി ബോധം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഉയർത്തിവിട്ട മഹാദൗത്യ നിർവഹണത്തിന്റെ ത്യാഗങ്ങളുടെ പ്രഖ്യാപനങ്ങളുടെ ഏറ്റവും വലിയ തുടക്കവും അത് തന്നെയായിരുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ടും ഹജ്ജിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നടക്കുകയാണ്. മില്ലത്ത് ഇബ്രാഹിമുകളാണ് എല്ലാ സ്ഥലത്തുമുള്ള ചർച്ച. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുമ്പോ അവിടെ നമുക്ക് ഈ തവക്കുലി ബോധത്തിന്റെ, അർപ്പണ ബോധത്തിന്റെ കൃത്യമായ ചിത്രം കാണും അദ്ദേഹത്തിൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ റസൂലുള്ള പോലും അവിടുന്ന് ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചപ്പോഴും റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലേണ്ടുന്ന സ്വലാത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നപ്പോൾ പോലും اللهم صل على نبي اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചത്. രാവിലെ ഒരു സത്യവിശ്വാസി ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോ أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا مسلما
വമാ കാന മിനൽ മുശ്രിക്കീൻ. ഒരിക്കലും ഷിർക്കിന്റെ ലാഞ്ചന പോലും കടന്നു വരാത്ത മഹാനായ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനായി ഒരു ജീവിതത്തെ തുടങ്ങാൻ നീ ഞങ്ങൾക്ക് ആവതാക്കണേ എന്ന് അള്ളാന്റെ റസൂല് പോലും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തെങ്കിൽ അർപ്പണബോധവും തവക്കുലി ചിന്തയുമായിരുന്നു മഹാനായ ഇബ്രാഹിം നബിയെ വ്യത്യസ്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തീക്കൊണ്ടലമൊരുക്കുകയാണ്. മാസങ്ങളോളം വിറകിട്ട് കത്തിച്ചിച്ച് തീ കുണ്ടലമൊരുക്കിയിട്ട് അതിലേക്ക് ഇബ്രാഹിമിനെ വലിച്ചെറിയലാണ് തീരുമാനം. രാജതീരുമാനമാണ്, രാജകൽപ്പനയാണ്. ഇബ്രാഹിമിനെ കൊണ്ടുവരുന്നു, തീയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി ഒരുങ്ങുന്നു. ദിവസങ്ങളോളം ഇതിന് ഒരുക്കാൻ കാരണം അതിന്റെ ഇടയിലെങ്ങാനും വല്ല മാറ്റവും ഇബ്രാഹിമിന് വരികയാണെങ്കിൽ വന്നോട്ടെ എന്നുള്ള നിലക്ക. അവിടെ തീ ഇങ്ങനെ ആളിക്കത്തുമ്പോഴും അതിനേക്കാൾ ഉജ്ജ്വലമായി തൗഹീദിന്റെ പ്രഭ ഇബ്രാഹിമിൽ ആളിക്കത്തുകയല്ലാതെ ഒരിഞ്ച് പോലും ശമനമുണ്ടായിരുന്നില്ല അതിന്. അങ്ങനെ അദ്ദേഹത്തെ വലിച്ചെറിയപ്പെടുന്ന രംഗം, ആ വലിച്ചെറിയപ്പെടുന്ന രംഗം ചരിത്രത്തിൽ കാണാം നമുക്ക്. അവിടെ അല്ലാഹു തആല ഒന്നുകൂടി പരീക്ഷിക്കുന്നുണ്ട് ഇബ്രാഹിമിനെ. അതാണ് വല്ലാത്ത പരീക്ഷണം. അല്ലാഹു തആല ഒരു മലക്കിനെ പറഞ്ഞയക്കുന്നുണ്ട്. അല്ലാഹു തആല മലക്കിനെ പറഞ്ഞയച്ച് ജിബ്രീലിനെ പറഞ്ഞയച്ചിട്ട് അള്ള പറഞ്ഞയക്കുന്ന ദൂതനാണ്, അള്ള പറഞ്ഞയക്കുന്ന മലക്കാണ്. എന്തെങ്കിലും സഹായം വേണോ എന്നുള്ളതാ. അള്ള പറഞ്ഞയച്ചതാണ്. അവിടെ പോലും ഇബ്രാഹിം ആ മലക്കിനോട് പറഞ്ഞൊരു വർത്താനുണ്ട്. ആ ഇബ്രാഹിം മലക്കിനോട് പറഞ്ഞത് ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ, ഏകനായ റബ്ബിന്റെ തൗഹീദിന് വേണ്ടി പോരാടുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മലക്കാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ സൃഷ്ടിയാകുന്ന നിങ്ങളുടെ ഒരു സഹായം എനിക്കിവിടെ വേണ്ട. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ആ അർപ്പണ ബോധത്തിൽ റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ മുന്നിൽ പിന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ചില നിലപാടുകൾ എടുക്കുകയാണ്. അതെന്താ? കത്തിക്ക് മുറിക്കുക, തീയിൽ കരിക്കുക, ഈ സ്വഭാവങ്ങളൊക്കെ അല്ലാഹു തആല കൊടുത്തതാണ് ഓരോ സൃഷ്ടികൾക്ക്. തീയിനോടാണ് റബ്ബിന്റെ കൽപ്പന. എന്റെ പരീക്ഷണത്തിൽ മുഴുവനും വിജയിച്ച എന്റെ ഖലീലാകുന്ന 1,24,000 അമ്പിയാക്കളിൽ ഒരാളെയും അല്ലാഹു തആല ആ നാമം കൊടുത്ത് റബ്ബിന്റെ ചങ്ങാതി എന്ന നാമം കൊടുത്ത് ആദരിച്ചിട്ടില്ല. ഖലീലാണ്. അതുകൊണ്ട് തീയെ ഖുൽ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇത് ഇബ്രാഹിമാണ്, ഇത് മുതൽ വേറെയാണ്. അതുകൊണ്ട് തീയെ നിന്റെ സ്വഭാവം നിനക്ക് ഞാൻ തന്നത് കരിക്കുക എന്നാണെങ്കിൽ കൂനി നീ ആവണം ബർദൻ, തണുപ്പാകണം, വസലാമൻ രക്ഷയുമാകണം, അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ. ഒരു രോമത്തിന് പോലും മോറലേൽക്കാതെ ഇബ്രാഹിം അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെതിരെ എല്ലാ സഖ്യകക്ഷികളും ജൂതനസാറാക്കളും കുഫാറുകളും മുശ്രിക്കുകളും എല്ലാവരും കൂടി ഒരുങ്ങിയിട്ട് അള്ളാന്റെ ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് ആ നബിന്റെ അടുക്കൽ വന്ന് പറയാണ്, എല്ലാവരും മുഹമ്മദ് നിനക്കെതിരാണ്, ആയതുകൊണ്ട് രക്ഷപ്പെട്ടോ, ഇനി ഒരു മാർഗമില്ല, മരണമല്ലാണ്ട് കൊല്ലപ്പെടും. ആ സമയത്ത് അള്ളാന്റെ റസൂൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, ഇബ്രാഹിമിനെ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ എന്റെ നേതാവ് ഇബ്രാഹിം പറഞ്ഞ മറുപടി അല്ലാതെ എനിക്കൊന്നും പറയാനില്ല, ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ. അതാണ് തവക്കുലിന്റെ അർത്ഥം. അല്ലെങ്കിൽ നടക്കാനുള്ളതൊക്കെ നടന്നിട്ട് അതിലൊന്നും ക്ഷമിക്കാതെ പിന്നെ നടക്കണില്ല എന്ന് കാണുമ്പോ ഈ സാരമില്ല, അള്ളാന്റെ വിധിയല്ലേ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയലല്ല തവക്കുല്. ഇന്നമസ്സബ്റു ഇൻദ സദമത്തിൽ ഉലാ, ഏത് പ്രതിസന്ധി പ്രയാസഘട്ടം വരുമ്പോഴും ഉടനെ ക്ഷമിക്കലാണ് തവക്കുല്. അതെന്റെ റബ്ബിന്റെ തീരുമാനമാണെന്ന ബോധ്യത്തോടുകൂടെ അതിൽ സഹിക്കലാണ് തവക്കുല്. വീണ്ടും ചരിത്രം മുന്നോട്ട് പോയി. ഇബ്രാഹിമിനെ അതിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി. ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോയി. പക്ഷേ അള്ളാഹുവിന്റെ റസൂലാകുന്ന ഇബ്രാഹിമിനെ പരീക്ഷിക്കലിൽ നിന്ന് അള്ളാഹ് മാറിയിട്ടുണ്ടായിരുന്നില്ല. അള്ളാഹ് തീച്ചൂളയിലിട്ട് ഊതിക്കാച്ചിയ പൊന്നുപോലെ കടഞ്ഞെടുക്കുകയായിരുന്നു ആ ഇബ്രാഹിം എന്ന മുത്തിനെ. കല്യാണം കഴിഞ്ഞു, കുട്ടികൾ ഉണ്ടായില്ല, കാലങ്ങൾ കഴിഞ്ഞു. ഭാര്യ പോലും മറ്റൊരാളെ സമ്മാനമായി ഭർത്താവിന് കൊടുത്തു, തന്റെ അടിമ സ്ത്രീയെ. കുഞ്ഞുങ്ങളുണ്ടായില്ല. അള്ളാഹുവിനോട് ധാരാളം കാലം പ്രാർത്ഥിച്ചു ഇബ്രാഹിം നബി. അള്ളാഹ് പരീക്ഷിച്ചു.
അവസാന ഘട്ടത്തിൽ സഹനശേഷിയുള്ള ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെ കൊടുത്തു. എന്നിട്ട് ആ കുഞ്ഞിനെയും കുഞ്ഞിന്റെ ഉമ്മയെയും ഫലസ്തീനിൽ നിന്നോ എവിടേക്ക് പോകണം? അങ്ങകലെ ഒരു മനുഷ്യനില്ലാത്ത, ഒരു ജനവാസമില്ലാത്ത വിജന പ്രദേശമാകുന്ന, വിജനം എന്ന് പറഞ്ഞാൽ പോരാ, മറ്റു ജീവികൾ പോലും, കാരണം ഒരു തുള്ളി വെള്ളത്തിന്റെ അംശം പോലും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു മക്ക. അങ്ങകലെയുള്ള മക്കയിലേക്ക് പോകണം. ആ ചോരപ്പൈതലുമായി കൊണ്ടുപോവുകയാണ്. ആ ഉമ്മയെയും കുഞ്ഞിനെയും കൊണ്ടുപോകുന്നു. അവിടെ എത്തുന്നു. അവിടെ എത്തിയിട്ട് ഈ പറയപ്പെടുന്ന മക്ക പ്രദേശത്ത് ആക്കിയിട്ട് തിരിച്ചു പോരുക. ഒന്നും മിണ്ടുന്നില്ല. തിരിച്ചു പോരുകയാണ്. ചോരപ്പൈതലിനെയും ഈ ഉമ്മയെയും അവിടെ ആക്കിയിട്ട്, പ്രിയതമ അങ്ങ് എങ്ങോട്ട് പോകുന്നു? എന്നെയും ഈ പിഞ്ചു പൈതലിനെയും ഇവിടെ ആക്കിയിട്ട് ഒന്നും മിണ്ടുന്നില്ല. പൊട്ടുന്ന കൽബോടുകൂടെ, വിതുമ്പുന്ന ഹൃദയത്തോടെ കാത്തിരുന്ന് കിട്ടിയ കൺമണിയെയും തന്റെ പ്രിയതമയെയും ആ മണലായുന്നത്തിൽ ഒറ്റക്കാക്കിയിട്ട് പോവാണ്. രണ്ടാമതും ചോദിച്ചു, മിണ്ടിയില്ല. മൂന്നാമത് അവിടെ നിന്ന് ഹാജറ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹു എങ്ങാനുമാണ് അങ്ങയോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത്? ഞാൻ അതേ എന്നൊരൊറ്റ മറുപടി പറഞ്ഞപ്പോ, ഇതല്ല എങ്കിൽ ഞങ്ങൾക്കൊരു പേടിയും പേടിക്കേണ്ടതില്ല. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് റബ്ബ് മതി എന്ന് പറയുന്ന ആ തവക്കുലി ബോധമുള്ള കുടുംബം, അതാണ് ആലു ഇബ്രാഹിം. വാല ഇബ്രാഹിം വാല ആലി ഇബ്രാഹിം എന്ന് പറഞ്ഞില്ലേ, ആ ആലു ഇബ്രാഹിമിന്റെ ക്വാളിറ്റി അതാണ്. എങ്കിൽ അല്ലാഹു തആല ഞങ്ങളെ പ്രയാസപ്പെടുത്തില്ല. ചരിത്രം വിശാലമാണ്. നമുക്കറിയാം, ഉണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞു. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല, ഭക്ഷണം കഴിക്കാനില്ല, ഒന്നുമില്ല. ഉമ്മയും പട്ടിണി. ഉമ്മ പട്ടിണി കൊണ്ട് ഉമ്മയുടെ മാരണത്തിൽ പാലില്ല. കുഞ്ഞും പട്ടിണി. കുഞ്ഞു കിടന്ന് കരയുന്നു, ഓടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. രണ്ട് മൊട്ടക്കുന്നുകളാണ് അവിടെ ഉണ്ടായത്. ഒന്ന് സഫയാണ്, മറ്റൊന്ന് മറുവയാണ്. സഫയുടെ മേലിൽ കയറി താഴോട്ട് നോക്കിയാൽ കാണാം, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ താഴോട്ട് നല്ല വ്യൂ ആണ്. ആ ഒരു വ്യൂ പോയിന്റിൽ പോയി എന്നിട്ട് താഴോട്ട് നോക്കും, ആരുമില്ല. കുഞ്ഞ് കിടന്ന് കരയാണ്, അങ്ങോട്ടും ഓടും മറുവയിലേക്ക്. അവിടെ നോക്കിയിട്ട് അങ്ങോട്ടും നോക്കും, അവിടെ ആരുമില്ല. തിരിച്ചു ഓടും, അങ്ങോട്ടും ഇങ്ങോട്ടും പായുകയാണ്, ഓടുകയാണ്. അള്ളാഹുവിനോടുള്ള തേട്ടമുണ്ട്, കൽബ് പൊട്ടുന്നുണ്ട്, റബ്ബിൽ അർപ്പണ ബോധമുണ്ട്. അള്ളാഹു തആല ജിബ്രീലിനെ വീണ്ടും അയക്കുന്നുണ്ട്. ആ ജിബ്രീൽ ചിറകിട്ടടിക്കുന്നുണ്ട്. ആ കുഞ്ഞ് കിടന്ന് കരഞ്ഞിരുന്ന സ്ഥലത്ത് വെള്ളമുറവെടുക്കുന്നു. അതാണ് ഇന്നും കോടാനക്കോടി ജനങ്ങൾ കുടിച്ചിട്ടും ഉപയോഗിച്ചിട്ടും തീരാത്ത സംസം എന്ന വെള്ളം. ചരിത്രത്തെ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിനുള്ള അർപ്പണബോധത്തിൽ കടഞ്ഞെടുത്തപ്പോ അള്ളാഹു തആല ചില പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ വിജയിക്കുമ്പോ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ചില ചിത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു എന്ന് മാത്രം. ആ കുഞ്ഞു കിടന്നിടത്താണ് സംസം എന്ന ഉറവ് കൂട്ടിയത്. സന്തോഷം. അവര് കുടിച്ചു, ധാരാളം കുടിച്ചു. വെള്ളമുണ്ട് എന്നറിഞ്ഞപ്പോ പരിസരത്തു നിന്നുള്ള ആളുകൾ വന്നു. ഒരു കൃഷിയും ഒന്നുമില്ലാത്ത സ്ഥലത്ത് ആളുകൾ വന്നുകൂടി. ഇന്ന് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയോടുകൂടെ അവിടെ നിന്നെല്ലാം ഉണ്ട്. അല്ലാഹു തആല ലോകത്തിന് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മഹത്തായ ഭവനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മണ്ണായിരുന്നു ആ മണ്ണ്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെ പരീക്ഷിക്കും. അള്ളാഹുവിന്റെ ചങ്ങാതി എന്ന് പറഞ്ഞ ഇബ്രാഹിമിനോളം മറ്റു പ്രവാചകന്മാരെ പരീക്ഷിച്ച ചരിത്രങ്ങൾ നമ്മൾ കാണുന്നില്ല. ചില പ്രവാചകന്മാരെ വേറെ രീതിയിലുണ്ട്. അവിടെയൊക്കെ അയ്യൂബ് നബിയെ, ഇവിടെയൊന്നും അള്ളാഹ്ക്ക് എതിരായിട്ട്, അള്ളാന്റെ പരീക്ഷണത്തിന് ഏതെങ്കിലും രീതിയിൽ അസഹിഷ്ണുതയോടുകൂടെ അവരാരും നേരിട്ടില്ല. എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് റബ്ബേ, നീ റഹ്മാനാണല്ലോ എന്നൊരു വാക്കല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. ആ കുഞ്ഞ് ഓടിച്ചാടി നടക്കുന്ന പ്രായമായി. ഇബ്രാഹിം തിരിച്ചു വന്നു. വീണ്ടും പരീക്ഷണം. എന്താ പരീക്ഷണം? ആ കുഞ്ഞിനെ ബലിയാക്കണം.
ഇന്നി അറാ ഫിൽ മന്നാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ അറുക്കാൻ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്താ നിന്റെ അഭിപ്രായം? ആ കുഞ്ഞു പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉമർ, അള്ള എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുക. പൊട്ടുന്ന കൽബോടുകൂടെ അള്ളാന്റെ അടുത്ത പരീക്ഷണവും ആകണ്ടായ ഒരു കുഞ്ഞിനെ അറുക്കാനാണ്. ആ അറുക്കാനുള്ള തീരുമാനവുമായി പോവാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ സമയത്തും അവിടെ നോക്കണം, അവിടെ പല രീതിയിലുള്ള പ്രലോഭനങ്ങളും പ്രയാസപ്പെടുത്തലുകളും പല രീതിയിലും പൈശാചികമായിട്ടൊക്കെ ഉണ്ടായിരുന്ന, അതിലൊന്നും വശംവദവനാവാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഉത്തരവാദിത്വം നിർവഹിച്ചു. ചരിത്രത്തിലെ മൂന്നാമൻ, ഇബ്രാഹിമിന്റെയും ഹാജറക്കും ശേഷം മൂന്നാമനായ ആ ഗുലാമുൽ ഹലീമും കടന്നു വരികയാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടെയാണ് ആ കുഞ്ഞു പറഞ്ഞത്, അള്ള തന്നതല്ലേ എന്നെ അറുക്കാൻ അള്ള കൽപ്പിച്ചാൽ ആ അള്ളാക്ക് വഴിപ്പെടാന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് എന്താ? അറുക്കാൻ നേരത്താണ് അള്ളാഹു തആല അതിന് പകരമായിട്ട് ആടിനെ കൊടുത്തയച്ചതും ബലി അറുക്കാൻ കൽപ്പിച്ചതൊക്കെ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങളിലൊക്കെ വിജയിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ മുഅ്മിനായി തീരുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അൽ മുഅ്മിനുൽ ഖവിയ്യ്, ഖവിയ്യായ മുഅ്മിൻ, ഖവിയ്യായ ശക്തനായ മുഅ്മിൻ. ശക്തൻ എന്ന് പറഞ്ഞാൽ നാലാൾ ഇടിച്ചു വീഴ്ത്തലല്ല, മറിച്ച് ഈമാനിക ശക്തിയുള്ള മുഅ്മിൻ ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അവനോടാണ്. വിശ്വാസി എപ്പോഴും ശക്തനാവണം. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഡസ്പാവാതെ ഡള്ളാവാതെ അതിലാകെ നഷ്ടപ്പെട്ട് പരീക്ഷണങ്ങളിൽ തളരാതെ എന്റെ റബ്ബിന്റെ തീരുമാനമാണെന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളായി മാറാൻ അള്ളാന്റെ ഖുർആനിൽ അള്ളാഹ് പറയുന്നില്ലേ, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُمْ مُصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ. അള്ളാഹ് പരീക്ഷിക്കുമെന്നാണ് അള്ളാഹ് പറയുന്നത്. അതെങ്ങനെ? ശാരീരിക നഷ്ടം കൊണ്ടും സാമ്പത്തിക നഷ്ടം കൊണ്ടും അതേപോലെ തന്നെ വേറെ പല രീതിയിലുള്ള പ്രയാസങ്ങളെ കൊണ്ടൊക്കെ അള്ളാഹ് പരീക്ഷിക്കും. കായ്ക്കനികൾ നഷ്ടപ്പെടുത്തിയും കൃഷിനാശം കൊണ്ടും അതേപോലെ തന്നെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതെന്തിനാ? അള്ളാഹ് പറയുന്നത് അതിൽ ക്ഷമിക്കുന്നവർക്ക് അയ്യുബശ്ശിറുഹും ബിൽ ജന്ന എന്ന തഫ്സീർ, സ്വർഗം കൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം നബിയെ. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് എന്തൊരു പ്രതിസന്ധി പ്രയാസം വന്നാലും ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹ്, എല്ലാം റബ്ബിൽ നിന്നുള്ളത്, നമ്മളൊക്കെ റബ്ബിലേക്കുള്ളത്, വഇന്നാ ഇലൈഹി റാജിഊൻ, ആ റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നവൻ. റബ്ബ് തന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടി മരണപ്പെട്ടു എന്നുള്ള വിവരം അറിയിച്ചപ്പോ അള്ളാന്റെ റസൂൽ ഉടനെ എടുത്തു പറഞ്ഞൊരു മറുപടി, ഇന്നാ ലില്ലാഹി മാ അഖദ്, അള്ളാഹ്ക്കുള്ളത് അള്ളാഹ് എടുത്തതാണ്, അത് റബ്ബിന്റേതാണ്, റബ്ബ് തന്നു, റബ്ബ് തിരിച്ചെടുത്തു. അതിനപ്പുറത്തേക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സുകളെ ചിന്തകളെ കൊണ്ടുവന്നാൽ നമുക്ക് തവക്കുലി ബോധം ഉണ്ടാവും. റസൂൽ പറയുന്നു, വഫീ കുല്ലി ഖൈർ, എല്ലാത്തിലും നന്മ കാണാൻ കഴിയണം സത്യവിശ്വാസിക്ക്. അടുത്ത ടിപ്പാണ്, ഇതെല്ലാവരും മനസ്സിലാക്കണം. നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ മാത്രം നീ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ നീ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുക. എല്ലാത്തിലും പോയി കൊത്തരുത്, എല്ലാത്തിലും പോയി ഇടപെടരുത്. ഞാൻ ആരാണ്, എനിക്ക് എന്തൊക്കെ അനുവദിക്കപ്പെട്ടതാണ്, ഏതൊക്കെ എനിക്ക് പറ്റുമെന്നതിനെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവണം. നിനക്ക് ഉപകാരം, ഭൗതികമായിട്ടും ഉഖറവിയായിട്ടും നിനക്ക് ഉപകാരമുള്ളതിൽ മാത്രം നീ ഇടപഴകാൻ പാടുള്ളൂ. വസ്തഇൻ ബില്ലാഹ്, രണ്ടാമത്തത് അള്ളാഹുവിനോട് മാത്രം നീ സഹായം തേടുക. വലാ തഅജസ്, മൂന്നാമത്തത് അശക്തത കാണിക്കരുത്. അതിപ്പോ അങ്ങനായി, അതിങ്ങനായി, ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ ഇങ്ങനെ അശക്തരായിട്ട് കാര്യങ്ങളെ പോസിറ്റീവായിട്ട് എടുക്കണം. റസൂൽ പറയാ, സത്യവിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതം. ഇതാ അസബത്തുഹു ളർറാ, അവനക്ക് എന്തെങ്കിലും പ്രയാസം വന്നാലും സബർ, അവൻ അതിൽ ക്ഷമിക്കും. ഫകാന ഖൈറുല്ല, അതവൻ ഉത്തമം.
ഇനി സന്തോഷവും ആനന്ദവും എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയാൽ ശക്കർ, അവർ റബ്ബിന് നന്ദി ചെയ്യും. അത് ഇന്റെ മഹത്തായ പതിലുകൊണ്ട് കിട്ടിയാവുന്നില്ല, അള്ളാന്റെ പതിലുകൊണ്ടാണ്. ഹൈറുല്ല, അതും അവന് ഹൈറാണ്. കാരണം റബ്ബിനെ കുറിച്ച്, എന്റെ റബ്ബിന്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് ഒന്നും എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന ബോധ്യം ഉണ്ടാവും. മൂന്നെണ്ണ പറഞ്ഞത്, അത് ഓർമ്മ ഉണ്ടാവണം നിങ്ങൾക്ക് എല്ലാവർക്കും. ഒന്ന്, നിനക്ക് ഉപകാരമുള്ളതിൽ മാത്രം നീ ഇടപെടുക. എല്ലാത്തിലും പോയി കൊത്തരുത്, എല്ലാത്തിലും പോയി ഇടപെടരുത്, എല്ലാ വിഷയത്തിലും കയറി അഭിപ്രായം പറയരുത്. അത് ഒരു പ്രധാനപ്പെട്ട വിഷയം. ചില ആൾക്കാർ എല്ലാത്തിലും കയറി അഭിപ്രായം പറയും. എന്തിനാണിത്? ആവശ്യമുള്ളതിൽ ഇടപെടുക, ആവശ്യമുള്ളതിൽ അഭിപ്രായം പറയാം. നമുക്ക് ഉപകാരമുള്ളതിൽ എന്തെങ്കിലും ഒരു ഉപകാരം വ്യക്തിപരമായിട്ടോ ഭൗതിക സമുദായത്തിനോ സമൂഹത്തിനോ പാരത്രിക ലോകത്ത് കൂലി കിട്ടുന്നതായ നന്മയായ കാര്യത്തിൽ അതിനും അപ്പുറത്തേക്ക് എല്ലാത്തിലും പോയി ഇടപെടരുത്. രണ്ടാമത്, ഏത് പ്രതിസന്ധി പ്രയാസഘട്ടത്തിലും റബ്ബിനോട് സഹായം തേടുന്ന പ്രവണത നിനക്ക് ഉണ്ടാവണം. മൂന്നാമത്, അശക്തത കാണിക്കരുത്. എല്ലാത്തിലും ഇങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവം നിന്നിൽ ഉണ്ടാവരുത്. നാലാമത്തത്, വഇൻ അസാബക ശൈഉൻ, നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു മുസീബത്ത് വന്നു പെട്ടാൽ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ, ഞാനത് ഇങ്ങനെ വരാൻ കാരണം വെച്ചാൽ അമ്മ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ അത് വരില്ലായിരുന്നു. ലവ് എന്നുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കാനേ പാടില്ല. ഇംഗ്ലീഷിലെ ലവ് അല്ല, അറബിയിൽ. അഥവാ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല, അന്ന് അത് ചെയ്തുകൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ ആയിപ്പോയത് എന്ന പ്രയോഗങ്ങൾ സത്യവിശ്വാസിയിൽ നിന്നുണ്ടാവാൻ പാടില്ല. ലൗ അന്നി ഫഅൽതു കദാ വകദാ, അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആയിരുന്നു എന്ന പ്രയോഗം തന്നെ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് നീ പറയേണ്ടത് എന്താണ്? ഖദ്ദറല്ലാഹു മാ ശാ, അത് അള്ളാന്റെ തീരുമാനമാണ്, അള്ളാന്റെ തീരുമാനം പോലെ നടന്നു. അതിന് കാരണം കൂടെ റസൂൽ പറയുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? ഫഇന്ന കലിമത ലൗ, അങ്ങനെ അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇതാകുമായിരുന്നില്ല എന്നൊരു പ്രയോഗം തന്നെ എന്ത് ചെയ്തു? അത് ഇതാണ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വാതിൽ നീ തുറന്നു കൊടുക്കലാണ്. അത് അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അന്ന് അങ്ങനെ ആയില്ലേ, അപ്പൊ ഇങ്ങനെ ഉണ്ടായി, ഇതെന്തായി, ഇതെങ്ങനെ ആയതിൽ അങ്ങനെ ആയില്ലേ. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ നമുക്ക് നമ്മുടെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ പിശാചും കൂടെ ശ്രമിക്കും. അങ്ങനെ കഴിഞ്ഞു, അത് അള്ളാന്റെ തീരുമാനം എങ്ങനെ ആയിരിക്കും എന്നതിലേക്ക് നീ വരണം. ഈ 4 പോയിന്റും തവക്കുലിന് വേണ്ടി, തവക്കുലി ബോധമുള്ള സത്യവിശ്വാസി ഉണ്ടായിരിക്കേണ്ട നേട്ടങ്ങളെ കുറിച്ച് അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. സത്യവിശ്വാസി എപ്പോഴും പോസിറ്റീവ് ആവണം. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനുൽ ഖവിയ്യ്, അങ്ങനെ അടിയുറച്ച വിശ്വാസമുള്ള ശക്തനായ മുഅ്മിനിനെ മാത്രമാണ് അള്ളാഹ് ഇഷ്ടം. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മുത്തവക്കിലികളിൽ, മുത്തഖീകളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഫഇന്നഹു